ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഉന്നത കരുണ ദൈവകരുണ മഹാകരുണ ദൈവകരുണ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൻ്റെ ആഴമളക്കാനാവാത്ത കരുണയെ പ്രകീർത്തിക്കുന്ന ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവകരുണയുടെ അപ്പസ്തോലയായ വിശുദ്ധ ഫൗസ്റ്റീനാമയോട് ഈശോ പറയുന്നുണ്ട്, എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന ഒരാത്മാവിന് കരുണ ലഭിക്കാതിരിക്കുന്നതിലും എളുപ്പം ആകാശവും ഭൂമിയും ഇല്ലാതാകുന്നതാണ്. ഇന്ന് ദൈവകരുണയെ ആഴമായി അനുഭവിച്ചറിയുകയും അത് അനേകരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഷാർജ നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള നഴ്സുമാരെ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ശ്രവിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ഷാർജ കൂട്ടായ്മയിലൂടെ ഒത്തിരി വർഷങ്ങളായിട്ട് അറിയാമെങ്കിലും നമ്മുടെ ശാലോം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചേച്ചിമാരൊന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ലൗലി. ഞാനിവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. നാട്ടിൽ എൻ്റെ വീട് നിലമ്പൂരാണ്, ചുള്ളിയോട് ഇടവകാങ്ങം. എൻ്റെ പേര് റോസി. ഞാൻ ഷാർജയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു, നാട്ടിൽ മഞ്ഞപ്ര ഇടവക. നമ്മുടെ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ ഞാൻ ചേച്ചിമാരുടെ ഒത്തിരി സാക്ഷ്യങ്ങൾ, നിങ്ങളുടെ വീട്ടിലുള്ളതും പിന്നെ രോഗികളായിട്ടുള്ള ഇടപെടുന്നതും ഒക്കെ ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ലവ്ലി ചേച്ചി മുമ്പ് പറഞ്ഞിട്ടുള്ളത് മോന് കിട്ടിയൊരു രോഗസൗഖ്യത്തിൻ്റെ കാര്യം, അതൊന്നും നമ്മുടെ ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ ഒരിക്കൽ കൂടി? സങ്കീർത്തനം 103:11 വചനം ഇപ്രകാരം പറയുന്നു, ഭൂമിക്ക് മേൽ ഉയർന്നു നിൽക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് അവിടുന്ന് തൻ്റെ ഭക്തരോട് കാണിക്കുന്ന കാരുണ്യം. അതുപോലെ ഒരുപാട് ഉന്നതമായ കരുണ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ദൈവകരുണയുടെ പെരുന്നാളിൻ്റെ അന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞ ആ മഹാകരുണയെ പറ്റിയാണ് ഇപ്പം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാലോ എൻ്റെ മൂത്ത മോന് ഓട്ടിസം ഉള്ള കുട്ടിയാണെന്ന്. അപ്പോൾ അവനും ഹസ്ബൻഡും കൂടെ നാട്ടിലായിരുന്ന സമയത്ത്, അത് 2021 ഒരു മാർച്ച് മാസം അവസാന ദിവസങ്ങളിലായിരുന്നു. സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, വയറുവേദന പനിയൊക്കെ ആയിട്ട്. പക്ഷേ അവന് ഓട്ടിസം ആയതുകൊണ്ട് തന്നെ ഡോക്ടർക്ക് അത് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അവന് ഹിസ്റ്ററി എടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് പറയാൻ അറിയത്തില്ല. ഫിസിക്കൽ എക്സാമിനേഷനിലും പെയിൻ എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കാനും പറയാനും അറിയത്തില്ലാത്തതുകൊണ്ട് അത് ഡയഗ്നോസിസ് മിസ്ലീഡായിപ്പോയി. അങ്ങനെ ഒരു 3-4 ദിവസം അവൻ ഒത്തിരി സിക്കായി കിടന്നു. അതിനുശേഷം പെസഹ വ്യാഴാഴ്ച വൈകുന്നേരം 7 മണിയോടുകൂടി കണ്ടീഷൻ വേഴ്സ് ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഒരു CT സ്കാൻ ചെയ്യാമെന്ന്. CT അബ്ഡോമൻ ചെയ്തപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവന് അപ്പൻഡിക്സ് റപ്ചറായിപ്പോയെന്ന്. അങ്ങനെ നമുക്കെല്ലാം അറിയാം നേഴ്സസ് ആയതുകൊണ്ട് അപ്പൻഡിക്സ് റപ്ചർ ആയിക്കഴിഞ്ഞാൽ അത് നല്ല അല്ലല്ലോ, സീരിയസ് കണ്ടീഷനാണല്ലോ. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ആങ്ങളയുടെ മോനും ഇതേ അവസ്ഥയിൽ കൂടി കടന്നുപോയി. അവൻ മരിച്ചു പോയി 15 വയസ്സുള്ളപ്പോൾ. അപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് ശരിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ എമർജൻസി ലീവിന് പെട്ടെന്ന് പോകാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്ത് ഒരുങ്ങിക്കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ തിരുവചനം ഇപ്രകാരമായിരുന്നു, യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. ലാസർ മരിച്ചിട്ട് 4-ാം ദിവസമായപ്പോൾ ഈശോ അവിടെ എത്തി. ഈ വചനം കൂടെ കേട്ടപ്പോഴും കൂട്ടുകാരെ എനിക്ക് ശരിക്കും എൻ്റെ ടെൻഷൻ 4 ഇരട്ടിയായി. ശരിക്കും എനിക്ക് തല കറങ്ങും പോലെ തോന്നി. പക്ഷേ ഞാൻ ധൈര്യപൂർവ്വം ആ പാരഗ്രാഫ് മുഴുവൻ വായിച്ച് പിന്നെയും വചനം താഴോട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടിയ തിരുവചനം അതെൻ്റെ ഹൃദയത്തിൽ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ ആ ഒരു വചനത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഞാൻ പറഞ്ഞു, ഈശോയെ നീ പുനരുത്ഥാനം ജീവനുമാണല്ലോ, എൻ്റെ കുഞ്ഞ് മരിക്കില്ല, നീ അവനെ മരണത്തിന് വിട്ടുകൊടുക്കരുത്, അവൻ മരിക്കില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നും പറഞ്ഞ് ഹൃദയത്തിൽ വേദനയുണ്ടെങ്കിലും അത് ഞാൻ തന്നെ ഹൃദയത്തിൽ സൂക്ഷിച്ച് മറ്റുള്ളവരോട് പറയാനും പറ്റുന്നൊരവസ്ഥയല്ലല്ലോ. അങ്ങനെ നാട്ടിൽ പോയി വളൈറ്റയിലിരുന്നു. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴെല്ലാം നമ്മുടെ ഉള്ളിൽ സങ്കടവും വിഷമവും കൊണ്ട് പ്രാർത്ഥനയിലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവൻ കണ്ടീഷൻ ICUലാണ്, വേഴ്സാണ്.
അതുപോലെ തന്നെ പിന്നെ നോർമലി ഉള്ള ഒരു കുഞ്ഞുങ്ങളെ പോലെ അല്ലാത്തത് കൊണ്ട് അവനെ നോക്കാൻ ഇച്ചിരി നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാരണം ഉള്ള ട്യൂബ്സും ഐവിസെറ്റും എല്ലാം അവന് ഭയങ്കര ഇറിറ്റേഷനും ഒക്കെ ആയിട്ട് മിനിറ്റിൽ നമ്മൾ ഭയങ്കര കോൺസെൻട്രേഷനോട് കൂടി നോക്കിയിരുന്നില്ലേ അവനതെല്ലാം വലിച്ചു പറിച്ചെടുക്കും. അതുകൊണ്ട് അവനെ ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ള ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. വേദന വന്നാൽ അത് സർജറി ചെയ്തതാണെന്നൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അവൻ ചാടി എണീറ്റിരിക്കുക. അപ്പോൾ ട്യൂബെല്ലാം പറിച്ചെടുത്ത് ഈവൻ ആ ഡ്രെയിനേജ് ട്യൂബൊക്കെ ആ ഒരവസ്ഥയിൽ കൂടെ കടന്നു. എന്താണേലും ഏകദേശം ഒരു 10 ദിവസത്തോളം ഞങ്ങളങ്ങനെ ആ ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വന്നു. ആ 10 ദിവസവും അവൻ നല്ല സിക്ക് തന്നെയായിരുന്നു. ടെമ്പറേച്ചർ കുറയുന്നില്ല, ഹൈ ഫീവർ, അതുപോലെ റെസ്പിറേറ്ററി റേറ്റ് ഹൈ, പൾസ് റേറ്റ് ഹൈ, എല്ലാം വെരി ഹൈ ആയിരുന്നു. പല രീതിയിലുള്ള ആൻറ്റിബയോട്ടിക്സ് കൊടുത്തെങ്കിലും ആൻറ്റിബയോട്ടിക്സ് കൂടെ ഒന്നും നമുക്ക് കുറയുന്നതായിട്ട് തോന്നിയില്ല. ഒരു പക്ഷേ പെരിട്ടോണൈറ്റിസും എല്ലാം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ. പക്ഷേ ഈ സമയം മുഴുവനും നമുക്കറിയാലോ, നമ്മളെല്ലാ വർഷവും ഈ ദുഃഖവെള്ളി മുതൽ പുതുഞായറാഴ്ച വരെ നമ്മുടെ നേഴ്സസ് മിനിസ്ട്രി കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. നമ്മളെല്ലാം ആക്റ്റീവായിട്ട് അതിലൊക്കെ പങ്കെടുത്തിരുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ട് എനിക്ക് ആ വർഷം പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷേ പറ്റുന്ന രീതിയിൽ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈ പ്രെയർ ആകുമ്പോൾ അത് ഷോർട്ടാണല്ലോ, അത് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ഉരുവിടാൻ സാധിക്കും. അതങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു. പിന്നെ നമുക്കറിയാവുന്ന രീതിയിലെല്ലാം ഇവന് വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഇവനുള്ള സഹനം, കുഞ്ഞനുഭവിക്കുന്ന സഹനവും അവൻ മൂലം നമുക്ക് കിട്ടുന്ന സഹനവും അത് മുഴുവൻ ഞാൻ ശുദ്ധീകരണാത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഒരെണ്ണം പോലും കളയാൻ ഞാൻ ആഗ്രഹിച്ചില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പം എനിക്ക് കിട്ടിയൊരു ബോധ്യം അതായിരുന്നു, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തു. അതിനുശേഷം നമുക്ക് 11ാമത്തെ ദിവസമാണ് ഞായറാഴ്ച, പുതുഞായറാഴ്ച ദിവസം. അപ്പം ഞായറാഴ്ച രാവിലെയും മോന് 39.6 ടെമ്പറേച്ചറുണ്ട്. അത് കഴിഞ്ഞ് ഞായറാഴ്ച വൈകുന്നേരം ഒരു 5 മണി, നാട്ടിലെ 5 മണിയായപ്പോൾ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഒരു ധ്യാന കേന്ദ്രത്തിലെ ഡിവൈൻ മേഴ്സിയുടെ പ്രെയറും ആരാധനയും കണ്ടിന്യൂസ് ആയിട്ട്, അതും കൊറോണ ടൈമും കൂടെ ആയതുകൊണ്ട് 2 വർഷം ഞങ്ങൾ കണ്ടിന്യൂസ് ഞാനും ഫാമിലിയും കൂടിക്കൊണ്ടിരുന്നൊരു പ്രെയറാണ്. അപ്പോൾ അന്ന് പെരുന്നാളിൻ്റെ ദിവസം ആയതുകൊണ്ട് ആ കറക്റ്റ് സമയത്ത് ഞങ്ങൾക്കത് ഹോസ്പിറ്റലിൽ വെച്ച് കൂടാൻ പറ്റി. അപ്പം ഞാനും ഹസ്ബൻഡിൻ്റെ ഇളയ മോനും ഈ പെരുന്നാളിൻ്റെ അനുബന്ധിച്ചുള്ള സർവ്വ പ്രാർത്ഥനയും അഡറേഷനും മുട്ടയിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് മോന് വേണ്ടി, കർത്താവെ കരുണ കാണിക്കണം ഈശോയെ എന്നും പറഞ്ഞ് അവന് വേണ്ടി പ്രാർത്ഥിച്ച്. അതുപോലെ ഞങ്ങൾ അവനെ എന്തെങ്കിലും രീതിയിൽ, കർത്താവെ നീ തന്ന മോനാണ്, ഞങ്ങൾക്ക് സ്നേഹക്കുറവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഈശോയെ, നിൻ്റെ ഹിതമനുസരിച്ച് അവനെ നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ക്ഷമിക്കണേ. അങ്ങനെ അന്നേരം പരിശുദ്ധാത്മാവ് എന്തൊക്കെ തോന്നിച്ചോ അതെല്ലാം പറയും, ഈശോയെ നീ ഞങ്ങൾക്ക് തിരിച്ചു തരുവാണെങ്കിൽ നിൻ്റെ ഹിതം പോലെ തന്നെ നോക്കിക്കോളാം എന്നൊക്കെ ഈശോയ്ക്ക് വാക്ക് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ എണീറ്റു. അത് പ്രെയർ അങ്ങനെ കഴിഞ്ഞു. അത്ഭുതം എന്ന് പറയാം, നിങ്ങളാരും വിശ്വസിക്കത്തില്ല കൂട്ടുകാരെ. പിറ്റേ ദിവസം രാവിലെ സിസ്റ്റേഴ്സ് വന്ന് ടെമ്പറേച്ചർ എടുത്തപ്പം സർജറി കഴിഞ്ഞെന്നല്ല, അതിന് മുമ്പ് അഡ്മിറ്റായിട്ട് ഒരിക്കലും ഈ ഒരു ടെമ്പറേച്ചർ കണ്ടിട്ടില്ല. 37.3. പൾസ് റേറ്റ്, റെസ്പിറേഷനും എല്ലാം നോർമൽ ലെവലിലേക്ക് വന്നു. അതാണ് ദൈവത്തിൻ്റെ ഒരു മഹാകരുണ ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞു. അത് എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നുന്നു. ആ പെരുന്നാളിൻ്റെ ദിവസം കർത്താവിൻ്റെ കരുണ ഒഴുകി ഇറങ്ങി കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നിന്നും. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. അപ്പോൾ ഡോക്ടേഴ്സിന് ഒരു ദിവസം ഒരു 24 hours പനി ഇല്ലാതെ കാണണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവിടെ കിടന്നിട്ട് നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഡിസ്ചാർജ് ആയി വീട്ടിൽ പോന്നു. ചേച്ചി ശരിക്കും ആ പുതുഞായറാഴ്ച ഈശോയുടെ ദൈവകരുണയുടെ തിരുനാളിൻ്റെ അന്ന് തന്നെ കർത്താവിൻ്റെ ആ വലിയ കരുണ അനുഭവിക്കാനായിട്ട് ചേച്ചിയും കുടുംബത്തിനും പറ്റിയില്ലേ? പ്രൈസ് ദി ലോർഡ്. ആ ദൈവകരുണയുടെ തിരുനാളിനെ കുറിച്ച് വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ പറഞ്ഞിരുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാവേ. എൻ്റെ കരുണയുടെ അഗാധതയിൽ നിന്നാണ് ഈ തിരുനാൾ ഉത്ഭവിച്ചിരിക്കുന്നത്. എൻ്റെ മൃദുലമായ കരുണയുടെ ആഴത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്.
എൻ്റെ കരുണയിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന എല്ലാ ആത്മാക്കൾക്കും അത് ലഭിക്കും. ആമേൻ. ശരിക്കും ലവ്ലി ചേച്ചിക്ക് അത് ലഭിച്ചു അല്ലേ? ചേച്ചിയുടെ കുടുംബത്തിന് പ്രൈസല്ലോ. ശരിക്കും ദൈവത്തിന്റെ മഹാകരുണ തന്നെയാണ്. അതെ, ലവ്ലി ചേച്ചി നേരത്തെ പറഞ്ഞ ഒരു കാര്യം, അതായത് നമ്മുടെ ജീവിതത്തിൽ നടന്ന സഹനങ്ങൾ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുക. അത് ഈശോ ആ ശുദ്ധീകരണ ആ നൊവേനയിൽ പറയുന്നുണ്ട്. അതെ, ആ ഒരു ദിവസം ഉണ്ടല്ലോ, അപ്പൊ അതിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ അവരനുഭവിക്കുന്ന ആ സഹനങ്ങൾ എത്രയെന്ന് അറിഞ്ഞെങ്കിൽ ആ സ്വർഗത്തിന്റെ ഭണ്ഡാരം തന്നെ തുറക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചേനെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗം. അപ്പോൾ പലപ്പോഴും പ്രത്യേകിച്ച് നമുക്ക് കിട്ടുന്ന രോഗികൾ ഇതുപോലെ ഏതെങ്കിലും മരിക്കാറായ രോഗികളൊക്കെ നമുക്ക് അവർക്കൊന്ന് പ്രാർത്ഥിച്ച് ഒരിക്കലൊക്കെ അവരെ മരിക്കാൻ സഹായിക്കാൻ നമുക്ക് പറ്റും. ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ അങ്ങനത്തെ ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ലവ്ലിയായിട്ട് ഞാൻ പല പ്രാവശ്യം നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ഉണ്ടായ ഒരു അനുഭവമാണ്. ഞങ്ങളുടെ ICUവിൽ ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിരുന്നു. പേഷ്യൻ്റ് അമേരിക്കൻ നാഷണാലിറ്റി ആയിരുന്നു. അപ്പോൾ ICUവിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോൾ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അഡ്മിറ്റ് ആയത്. പേഷ്യൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ICUവിൽ അഡ്മിറ്റ് ആവുന്ന ഒരു പേഷ്യൻ്റ് ഡീസാച്ചുറേഷൻ ഓക്സിജനൊക്കെ ലെവൽ താഴ്ന്നു കഴിഞ്ഞാൽ നമുക്ക് വെന്റിലേറ്ററിൽ ഇടാം. പക്ഷേ ഈ പേഷ്യൻറ്റിൻ്റെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ കോമോർബിഡിറ്റി അനുസരിച്ച്, മറ്റു രോഗങ്ങളുടെ ഒരു അവസ്ഥ അനുസരിച്ച് ഈ പേഷ്യൻറ്റിനെ വെന്റിലേറ്ററിൽ ഇടാനും ബുദ്ധിമുട്ടാണ്, എല്ലാം ബുദ്ധിമുട്ടാണ്. അന്ന് സാച്ചുറേഷൻ ഭയങ്കരമായിട്ട് ഓക്സിജൻ ലെവൽ ഒത്തിരി താണുകൊണ്ടിരിക്കുക. അപ്പോൾ പേഷ്യൻ്റ് ഒത്തിരി റെസിസ്റ്റ് ചെയ്ത് നിൽക്കണ ഒരു ആളായിരുന്നു. എന്ത് ട്രീറ്റ്മെൻറ്റിനും എല്ലാം റെസിസ്റ്റ് ചെയ്യും. ഡോക്ടേഴ്സിനോട് എല്ലാം പുള്ളിക്ക് ഓക്സിജൻ ലെവൽ താണത് കൊണ്ടായിരിക്കും, എല്ലാത്തിനോടും ഒരു ഇതായിരുന്നു, റെസിസ്റ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ ഈ പേഷ്യൻറ്റിനെ നമ്മൾ പേഷ്യൻ്റ് ഈ അവസ്ഥ കണ്ടിട്ട് സാച്ചുറേഷൻ ലോ ആവണോ, നമ്മൾ മെഡിസിൻ കൊടുത്തിട്ടൊന്നും ഇഫക്റ്റീവ് ആവണില്ല. അപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു മരുന്നുണ്ടല്ലോ, എന്താണ്, നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പോയി ഒന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പേഷ്യൻ്റ് ഒത്തിരി ഏജ് ഒരു 45 years ഒക്കെ ഉള്ളൂ. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് പേഷ്യൻറ്റിനോട് എല്ലാവരോടും നമുക്ക് പോയി പെട്ടെന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അയാളോട് ഇങ്ങനെ എല്ലാം ശരിയാവും, പ്രാർത്ഥിക്കട്ടെ എന്ന് വെച്ചപ്പോൾ അയാൾ ഗെറ്റ് ഔട്ട് അടിച്ചു വിട്ടു. കാരണം പുള്ളിക്ക് ആ സമയത്തുള്ള ഒരു ഇതായിരിക്കും, വിശ്വാസക്കുറവാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ വിട്ടു ആള്. അങ്ങനെ വിട്ട് പിന്നെ പേഷ്യൻ്റ് അതൊരു റൂമിലായിരുന്നു. അപ്പോൾ റൂമിൽ നിന്നൊക്കെ ഗെറ്റ് ഔട്ട് അടിച്ച് പുള്ളി വിട്ടു. കുറച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും ഇതുപോലെ തന്നെ കണ്ടീഷൻ, ഭയങ്കര സിക്കായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒട്ടും ഓക്സിജൻ കിട്ടണില്ല. നമ്മൾ എത്ര മാക്സിമം ഓക്സിജൻ കൊടുത്തിട്ടും ഓക്സിജൻ കിട്ടണില്ല. എല്ലാ മെഷീനും ട്രൈ ചെയ്തു, എല്ലാം ഇതുണ്ട്. അപ്പോൾ ഈ പേഷ്യൻ്റ് നമ്മളെ അപ്പം ഞാൻ ആ വഴിക്ക് ഇങ്ങനെ പോകുമ്പോൾ പേഷ്യൻ്റ് എന്നെ കൈകാട്ടി വിളിച്ചു. അപ്പം ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞില്ലേ, അന്ന് എനിക്ക് തോന്നിയില്ല, ഇന്ന് നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റണില്ല, എനിക്ക് നല്ല ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ട്, അപ്പോൾ എനിക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ ചെറുപ്പത്തിലൊക്കെ പ്രാർത്ഥിച്ചിരുന്ന ആളാണ്, ഇപ്പം ഞാൻ അതൊക്കെ ഞാൻ ചെയ്യാത്തൊരു വ്യക്തിയാണ്, അപ്പോൾ എനിക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കാമോ? നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം, നീ വിഷമിക്കേണ്ട, കാരണം ഞങ്ങളൊക്കെ നിൻ്റെ സിസ്റ്റേഴ്സ് പോലെ തന്നെയാണ്. കാരണം പുള്ളി ഒറ്റയ്ക്കാണ് ഇവിടെ താമസിച്ചത്, രോഗി ഒറ്റയ്ക്കാണ് ഇവിടെ താമസിച്ചിരുന്നത്, വൈഫൊക്കെ അമേരിക്കയിൽ. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു പ്രാർത്ഥനയാണല്ലോ കരണക്കൊന്ത. അപ്പോൾ ഞാൻ ഈ പേഷ്യൻറ്റിൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് കരണക്കൊന്ത ചൊല്ലി. അപ്പോൾ അയാൾ ഞാൻ ചെല്ലണ കരണക്കൊന്തയ്ക്ക് അയാൾ റിട്ടേൺ ആയിട്ട് അയാൾ പറയണ പ്രാർത്ഥനയാണ് ഹാവ് മേഴ്സി ഓൺ മീ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ വൈഫ് അമേരിക്കയിൽ നിന്ന് വിളിക്കുക. അമേരിക്കയിൽ നിന്ന് വിളിച്ചിട്ട് വീഡിയോ കോള്. അപ്പോൾ വൈഫ് അവിടെ കരയണ ശബ്ദമൊക്കെ എനിക്ക് കേൾക്കാം. എന്തു പറ്റിയെന്ന്. അപ്പോൾ വൈഫിനോട് പറയേണ്ടത്, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, നീ വിഷമിക്കേണ്ട, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇവിടെ സിസ്റ്റർ ഉണ്ട്, ഇപ്പോൾ സിസ്റ്റർ എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അവർ താങ്ക് യു ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ പേഷ്യൻ്റ് എൻ്റെ കൈമ ഇങ്ങനെ മുറുക്കി പിടിച്ചേക്കാം. ഞങ്ങൾ 2 പേരും കൂടി കരണക്കൊന്ത പേഷ്യൻ്റ് നന്നായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സ് വന്ന് ചുറ്റും നിൽക്കുന്നുണ്ട്, മാക്സിമം എല്ലാം ട്രീറ്റ്മെൻറ്റും പേഷ്യൻറ്റ് കൊടുത്തേച്ചിരിക്കുന്നുണ്ട്, ഓക്സിജനൊക്കെ പോകുന്നുണ്ട്. പിന്നെ പേഷ്യൻ്റ് അധികം സംസാരിക്കേണ്ടായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പേഷ്യൻ്റ് കോഡ് ബ്ലൂവിൽ പോയി. ഡോക്ടേഴ്സ് വെന്റിലേറ്ററിൽ ഇട്ടു. പക്ഷെ എൻ്റെ കൈ പുള്ളി മുറുക്കി പിടിച്ചേക്കുക, ഞാൻ കരണക്കൊന്ത ചെല്ലിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് വരെ അയാൾ ഹാവ് മേഴ്സി ഓൺ മീ പറയണത് നമുക്ക് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ അനസ്തീഷ്യ മെഡിസിൻ കൊടുത്തപ്പോഴേക്കും പേഷ്യൻ്റ് പിന്നെ മിണ്ടിയില്ല. പക്ഷേ എൻ്റെ കൈ മുറുക്കി പിടിച്ച കൈ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്യാണ് ഇയാൾ അഴയ്ക്കണ ഞാൻ നോക്കുമ്പോൾ മോണിറ്ററിൽ അയാൾ ഓൾറെഡി കോഡ് ബ്ലൂ ആയി. അപ്പോൾ എന്തായാലും നമുക്ക് ഭയങ്കര സങ്കടം വന്ന ഒരവസ്ഥയാണ്. പക്ഷെ അതേ സമയം എനിക്കറിയില്ല, എനിക്ക് എൻ്റെ നേഴ്സിംഗ് ലൈഫിൽ ഏറ്റവും ഒരു സന്തോഷമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റിനെ വളരെ ബുദ്ധിമുട്ടായിരുന്നു റിവൈവ് ചെയ്യാനായിട്ട്. മാക്സിമം ഡോക്ടേഴ്സും എല്ലാവരും എല്ലാം ചെയ്തു. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കും, പേഷ്യൻറ്റിന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ അല്ലേ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരണക്കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കുക എന്നുള്ളത് പേഷ്യൻ്റ് ലാസ്റ്റ് പറഞ്ഞ വാക്കും
ഹാവ് മേഴ്സി ഓൺ മീ. Praise the ആ ഒരു പ്രാർത്ഥനയോടുകൂടി ആ പേഷ്യൻ്റ് മരിക്കുക, അത് ഭയങ്കര ഒരു സങ്കടം സന്തോഷം തന്നൊരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. തീർച്ചയായിട്ടും വെച്ചാൽ കുരിശിൽ കിടന്ന ഈശോയുടെ വലതുഭാഗത്ത് കിടന്ന കള്ളൻ ഈശോയെ നീ ഇന്ന് പറുദീസയിലായിരിക്കുമ്പോ എന്നെയും കൂടി ഓർക്കണേ എന്നുള്ള ഓസിന് സ്വന്തമാക്കി പോയി. അത് തന്നെ ആ അതുപോലെ നിമിഷമാണ് ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. അതുപോലത്തെ ഒരു ഇത് അത് ഈശോ പറയുന്നുണ്ട്. കരുണക്കൊന്ത ഇപ്പൊ മരിക്കാൻ കിടക്കുന്ന ഒരു ആത്മാവിന്റെ അടുത്ത് കരുണക്കൊന്ത ചൊല്ലുന്നതിനെ കുറിച്ച് വിശുദ്ധ ഫൗസ്റ്റീനാമ്മയോട് ഈശോ പറഞ്ഞ് നമുക്കൊന്ന് കേൾക്കാവേ. കരുണക്കൊന്ത ചൊല്ലുന്ന ഓരോ ആത്മാവിനെയും അവരുടെ മരണസമയത്ത് എൻ്റെ മഹത്വം എന്ന നിലയിൽ ഞാൻ സംരക്ഷിക്കും. മരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി മറ്റുള്ളവർ ഇത് ചൊല്ലിയാലും ഈ ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ്. മരണാസന്നരുടെ കട്ടിലിനരികെ നിന്ന് കരുണക്കൊന്ത ചൊല്ലുകയാണെങ്കിൽ ദൈവകോപം മാറിപ്പോവുകയും അളവറ്റ ദൈവകരുണ ആ ആത്മാവിനെ പുലുകുകയും ചെയ്യും. എൻ്റെ മകൻ്റെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എൻ്റെ അനുകബാർദ്ധമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറന്നുവിടും. ശരിക്കും അവിശ്വാസിയായിരുന്ന ആ ഒരു പേഷ്യന്റ് ശരിക്കും ദൈവകരുണ അനുഭവിച്ച് ദൈവകോപം മാറിപ്പോയി ദൈവകരുണ അനുഭവിച്ച് മരിച്ചു. അതിനൊരു ഉപകരണം ആവാനായിട്ട് ശരിക്കും ഇത് കേൾക്കുന്ന ഓരോ നഴ്സുമാർക്ക് വലിയൊരു പ്രചോദനമാവട്ടെ നമ്മൾക്ക് കിട്ടുന്ന ഒരു രോഗിന്. ഈ നേഴ്സിംഗ് ദൈവവിളിയാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നിധി ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു അല്ലേ, ഒരുപാട് നിക്ഷേപങ്ങൾ നമുക്ക്. പക്ഷെ ഒരു പക്ഷെ നമുക്ക് കിട്ടുന്ന ഒരു അവാർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും നമ്മുടെ റിവാർഡ് സ്വർഗത്തിലല്ലേ. അപ്പൊ ആ ഒരു നമുക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങൾ കിട്ടാവുന്ന ഒരു മേഖലയാണ് നമ്മുടെ നേഴ്സിംഗ് അല്ലേ. അതെ ഇത് ശരിക്കും ഒരു ദൈവവിളി തന്നെയാണല്ലോ. റോസി ഇത് പറഞ്ഞപ്പം ഞാനിപ്പം വിചാരിക്കുന്നത് ശരിക്കും ദൈവകരുണ എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കാൻ മാത്രം ചോദിച്ചു മേടിക്കേണ്ട ഒന്നല്ല. ഇത് കുറേ നാളത്തേക്ക് നമ്മളിവിടെ ഉള്ളൂ. നിത്യജീവനിലേക്ക് വേണ്ടിയിട്ടും കൂടെ നമുക്ക് ഈ ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കാനായിട്ട് നമ്മൾ ഇപ്പം തന്നെ റോസി പറഞ്ഞ ഈ ഒരു ഇതിൽ നിന്ന് ഈ കേൾക്കുന്നവരും നമ്മളും എല്ലാം റെഡി ആയിരിക്കണം. ശരിക്കും ലവ്ലി ചേച്ചി ആയാലും ഇപ്പം ഞങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു വൂണ്ട് കെയർ നേഴ്സാണ്. മുറിവുകൾ ഡ്രസ്സ് ചെയ്യുന്നവരിത്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചേച്ചിക്ക് ഇതുപോലെ ഒത്തിരി രോഗികളെ ഈശോയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലേ? ഒരുപാട് രോഗികളോട് എനിക്ക് വിശ്വാസികളോടും അവിശ്വാസികളോടും ഒക്കെ ഈശോയെ പറ്റി ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറയാൻ ചാൻസ് കിട്ടാറുണ്ട്. ആശ പറഞ്ഞത് ഞാൻ വൂണ്ട് കെയർ നേഴ്സാണ്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കേസുകളെല്ലാം മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ മാക്സിമം ട്രീറ്റ് ചെയ്തിട്ട് മുറിവുകൾ ഉണങ്ങാതെ വരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങളുടെ അടുത്തേക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിടുന്നത്. അതിനെ നോക്കാനുള്ള പ്രത്യേകം അത് പഠിച്ചിട്ടുള്ള ഡോക്ടേഴ്സും ഉണ്ട്, നേഴ്സസും ഉണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പം അങ്ങനെ വന്ന ഒരു രോഗിയെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക കേട്ടോ റോസി. അപ്പോൾ ഇത് ക്രിസ്തീയ വിശ്വാസമുള്ള ഒരു സ്ത്രീയാണ്. ആ രോഗി എന്ന് പറയുന്നത് ഡയബറ്റീസ് ഉള്ള ആളാണ്. ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും വേറെ വലിയ കാര്യമായിട്ടുള്ള അസുഖങ്ങളൊന്നുമില്ല. പക്ഷേ ഹിസ്റ്ററി പറഞ്ഞതനുസരിച്ച് കാലിൻ്റെ ഒരു വിരലിലാണ് ചെറിയൊരു അൾസർ തുടങ്ങി. അത് സാധാരണ രീതിയിൽ കരിഞ്ഞു പോകേണ്ടതാണ്, കാരണം അവർക്ക് മറ്റുള്ള കോമോർബിഡിറ്റീസ് ഒന്നുമില്ല. പക്ഷെ അത് കരിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് അത് വലുതായി ഞങ്ങളുടെ അടുത്ത് വന്നപ്പം മുട്ടിന് താഴെ വെച്ച് കാല് ആംപുട്ടേറ്റ് ചെയ്തു. എന്നിട്ട് ആംപുട്ടേറ്റ് ചെയ്ത് സ്റ്റിച്ചിട്ട് ആ മുറിവിൻ്റെ ഭാഗം വരെ ഓപ്പൺ ആയിട്ട് കരിയാതെ അവരവിടെ 2 മാസത്തോളം ഡ്രസ്സിങ് ചെയ്ത് ട്രീറ്റ് ചെയ്തിട്ട് ആ മുറിവ് കരിയുന്നില്ല. അങ്ങനെയാണ് അതൊരു ക്രോണിക് വൂണ്ടായ സിറ്റുവേഷനിലാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പേഷ്യൻ്റ് വരുന്നത്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ ഈ മുറിവ് ചെറിയ പോസ്റ്റ് ഓപ്പറേറ്റീവ് സ്റ്റിച്ചൊന്നുമല്ല, അതൊരു വലിയ വൂണ്ടാണ്. ചിലപ്പോൾ അത് പഴുപ്പുണ്ട്, സ്ലഫുണ്ട്. അങ്ങനെ അതിൻ്റെ സിറ്റുവേഷൻ ഇച്ചിരി സമയമെടുത്ത് ചെയ്യുന്ന ഒരു ജോലിയാണല്ലോ അത്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ വരുന്ന രോഗികളോട് അതും ഇങ്ങനത്തെ കേസുകളാകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 2 ദിവസത്തിൽ 3 ദിവസത്തിൽ ചില സ്റ്റാർട്ടിങ്ങിലൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും അങ്ങനെ ഡെയിലി വന്നു പോകുമ്പോൾ അവരുമായിട്ട് നമ്മൾ കുറച്ചുകൂടെ സംസാരിക്കുകയും ചില റിലേഷൻഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ഈ പേഷ്യൻറ്റിന് വേണ്ടി അപ്പം ഹിസ്റ്ററി അനുസരിച്ച് മാസങ്ങളായിട്ട് രോഗി ബുദ്ധിമുട്ടുന്നു, മുറിവ് കരിയുന്നില്ല, അതിൻ്റേതായ ഒരു സങ്കടം രോഗിക്കുണ്ട്. രോഗിയുടെ കൂടെ വന്നുകൊണ്ടിരിക്കുന്ന അവർക്ക് ഒരേ ഒരു മോളേ ഉള്ളൂ, ആ മോളുമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേ തൊട്ട് ആദ്യമേ 1-2 ദിവസമൊക്കെ ഞാൻ മനസ്സിൽ ഈ വ്യക്തിക്ക് വേണ്ടി ഡ്രസ്സ് ചെയ്യുമ്പം പ്രാർത്ഥിച്ച്, പിന്നീട് നമ്മൾ സംസാരിച്ച് അവരെയും കൂട്ടി നമ്മൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയുടെ സ്നേഹമൊക്കെ പറയാൻ തുടങ്ങി. അവർ വിശ്വാസം ഉള്ള വ്യക്തികളാണല്ലോ, അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഡോക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്ന് വേണ്ട രീതിയിലുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നുണ്ട്. പക്ഷേ വൂണ്ട് ഹീലിങ്ങിൽ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല.
സാധാരണ ഇങ്ങനത്തെ കേസുകൾ ഹീൽ ചെയ്യാത്തത് ബ്ലഡ് സർക്കുലേഷൻ കുറവുള്ളെങ്കിലോ അല്ലെ എന്തെങ്കിലും അതുപോലെ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് കേസ്, ഇത് നോക്കുമ്പോൾ ഒന്നുമില്ല, സർക്കുലേഷൻ ഓക്കെയാണ്. പക്ഷേ ഹീൽ ചെയ്യാൻ പറ്റാത്തതായ ഒരു മെഡിക്കൽ കണ്ടീഷനൊന്നുമില്ല. ഷുഗർ ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ, അതും മെഡിസിൻ കൊണ്ട് വെൽ കൺട്രോൾഡാണ്. മുറിവ് മാത്രം ഉണങ്ങുന്നില്ല. അപ്പം പിന്നീട് അങ്ങനെ ആയപ്പം ഞങ്ങൾ ഡെയിലി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഉറക്കെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അവരോട് ഈശോയെ പറ്റി പറഞ്ഞിട്ട് ഡെയിലി പറയാറുണ്ട്. അങ്ങനെ ഈശോയുടെ സ്നേഹത്തെപ്പറ്റി പറയാറുണ്ട്. ഞങ്ങൾ പിന്നെ ഒന്നിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഫ്രം ദ ബിഗിനിങ് മോൾക്ക് അത്ര ദൈവവിശ്വാസം ഉള്ളതോ അങ്ങനെയായിട്ട് നമുക്ക് തോന്നിയില്ല. ഏതായാലും ഒരു ദിവസം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഏകദേശം ഒരു 3 മാസത്തോളമായി ഞങ്ങളുടെ അടുത്ത് വന്നിട്ടും വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാത്തൊരവസ്ഥയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ഉള്ളിൽ എനിക്കങ്ങനെ തോന്നുവാണ്, ഈ വ്യക്തിക്ക് ആരോടോ ഉള്ളിലൊരു വെറുപ്പുള്ള പോലെ തോന്നി. അപ്പം ഞാനങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അവരോട് ഒന്ന് ചോദിച്ചപ്പോൾ അവർക്കത് റിഫ്യൂസ് ചെയ്യാൻ പറ്റിയില്ല, സമ്മതിച്ചു. പക്ഷെ പറഞ്ഞ അതെ, എൻ്റെ ഹൃദയത്തെ ഒരുപാട് മുറിപ്പെടുത്തിയ ഒരു വ്യക്തിയുണ്ട്, 20 വർഷമായിട്ട് ഞങ്ങൾ അവരോട് സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാനപ്പം അവരോട് അത് ഒരിക്കലും സിസ്റ്റർ എന്ത് പറഞ്ഞാലും ഞാൻ ആ വ്യക്തിയോട് മിണ്ടത്തില്ല. അവരോട് അതുപോലെ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടവും വിഷമവും വെറുപ്പും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നമ്മുടെ ഈ രോഗിയോട് ഞാൻ പറഞ്ഞു, ഈശോ എന്താ ചെയ്തത്? ഈശോയെ എല്ലാ പീഡനങ്ങൾക്കും വിട്ടുകൊടുത്ത്, സത്യത്തിൽ പറഞ്ഞാൽ കൊലപാതകികൾ എന്ന് വേണേ പറയാം അല്ലേ, ഈശോ കൊല ചെയ്തവർ, ആ കൊലപാതകികൾക്ക് വേണ്ടി പോലും അതികഠിനമായ വേദനയിൽ പിടയുന്ന സമയത്ത് ഈശോ എന്താ ചെയ്തത്? പിതാവായ ദൈവത്തോട് അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോ ഓൾറെഡി ക്ഷമിച്ചു, പക്ഷെ പിതാവായ ദൈവത്തോട് അവർക്ക് വേണ്ടി ക്ഷമ ചോദിച്ച് ഈശോ പ്രാർത്ഥിക്കുമായിരുന്നു. അത് ആ നിമിഷം ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, അത് ദൈവത്തിൻ്റെ ഒരു വലിയ കാര്യം. ആ നിമിഷം ഈ ആത്മരക്ഷയ്ക്ക് വേണ്ടി പോലും പ്രാർത്ഥിച്ച ആ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾ ആരെന്ത് ചെയ്താലും ഈശോ നമുക്ക് കുരിശിൽ കാണിച്ചു തന്ന മാതൃകയുണ്ട്, അത് നിങ്ങളൊന്ന് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ ചോദിച്ചു, നിങ്ങൾ അങ്ങനെ പള്ളി പോകാറുണ്ടോ, കുമ്പസാരിക്കാറുണ്ടോ? അപ്പോൾ സത്യത്തിൽ ഒരു നല്ല കുമ്പസാരം പോലും അവർ നടത്തിയിട്ട് ഇത്രയും വർഷങ്ങളായി. അപ്പം ഞാനിങ്ങനെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിനൊക്കെ ഇച്ചിരി നന്നായി ചെയ്ത് കൊടുത്തു. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്, നിങ്ങളൊന്ന് പരീക്ഷണമായിട്ട് എടുക്കാൻ പറഞ്ഞു. അവരേതായാലും എൻ്റെ വാക്കിനെ മാനിച്ചു. അവർ പോയി കുമ്പസാരിച്ചു, ഈ പറഞ്ഞ വ്യക്തിയെ വിളിച്ച് സംസാരിച്ചു. കറക്റ്റ് 1 മാസം കൊണ്ട് ആ ഊണ്ട് അവരത് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, അത് ശരിക്കും അവർ ചെയ്തു. കാരണം നമുക്കതിൽ അറിയാൻ പറ്റുന്നുണ്ട്. 1 മാസമായപ്പോൾ ഒരു 60 to 70% ഊണ്ട് ഹീലായി. അതെ, 1 മാസം, ഒരു 1.5 മാസം കൊണ്ട് കംപ്ലീറ്റ് ഒരു ചെറിയ സ്കാർ മാത്രമായിട്ട് ആ പേഷ്യന്റ് വീട്ടിൽ പോകാൻ സാധിച്ചു. ലവ്ലി, നീ പറഞ്ഞത് ഞാൻ ഓർക്കേണ്ടത്, നീ എന്നോട് ഷെയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് ഓർക്കേണ്ടത്, അതായത് ആ പേഷ്യൻ്റെ കൂടെ എന്നും മകള് വരുമായിരുന്നു അല്ലേ? ശരിയാ, ഞാൻ വിട്ടുപോയി. ആ മകളും ഈശോനെ അറിയാനിടയായി. അവരും പിന്നെ പള്ളിയിൽ വരാതിരുന്ന ഒരു മകളായിരുന്നു. ഇപ്പൊ 2 അമ്മയും മകളും എന്നും പള്ളിയിൽ വരുന്നുണ്ട്. മോള് കിട്ടുന്ന സമയം എല്ലാം പള്ളിയിൽ വന്ന് കുർബാനയ്ക്ക് വരുന്നുണ്ട്. ആ കൊച്ചിന് വന്ന ഒരു മാനസാന്തരം, ഭയങ്കര മാനസാന്തരം തന്നെയാണ് ആ കൊച്ചിന് വന്നത്. എനിക്കിപ്പോ ഓർക്കണ, ഈശോ പറഞ്ഞില്ലേ സക്കേവുസിന്റെ ഭവനത്തില്, സക്കേവുസ് വിശ്വസിച്ചപ്പോ അത് ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്നാ പറഞ്ഞ. കർത്താവ് യേശുവിൽ വിശ്വസിക്കാൻ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാണ് കർത്താവിന്റെ കരുണ. അതെ, വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ പറയുന്നുണ്ട്, എൻ്റെ സെക്രട്ടറി എഴുതുക, നീതിമാന്മാരോട് എന്നതിനേക്കാൾ ഞാൻ പാപികളോടാണ് കൂടുതൽ കാരുണ്യം പ്രദർശിപ്പിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് സ്വർഗത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നത്, അവർക്ക് വേണ്ടിയാണ് ഞാനെൻ്റെ രക്തം ചിന്തിയത്. എൻ്റെ അടുക്കൽ വരുവാൻ അവർ ഒട്ടും ഭയപ്പെടേണ്ട, അവരാണ് എൻ്റെ കരുണയ്ക്ക് ഏറ്റവും അർഹതയുള്ളവർ. അപ്പോൾ ഓരോ പാപിനെയും കർത്താവ് എത്രമാത്രം സ്നേഹിക്കുന്നെന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ദൈവകരുണയുടെ തിരുനാളിൻ്റെ ദിവസം നമുക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരോട് കരുണ പ്രകടിപ്പിക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, നമ്മൾ അവസാനം ഈശോയുടെ കൂടെ ആയിരിക്കാനാ. അതെ, നമ്മൾ പറയുന്ന ഈശോയുടെ ചങ്കിൽ ഒഴുകുന്ന ആ തിരക്തം, നമ്മുടെ സ്വപ്നം, അതെ നമ്മുടെ സ്വപ്നം, ഈശോയുടെ തിരക്തവും തിരിജലം ഒഴുകുന്ന ആ ചങ്കിലൊന്ന് ചേർന്നിരിക്കാനാണ് നമ്മൾ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ലല്ലേ. അപ്പോൾ നമുക്കെല്ലാവർക്കും, നമ്മൾ കേൾക്കുന്ന ശാലോം പ്രേക്ഷകർക്ക്, നമ്മുടെ ലോകമെമ്പാടും എല്ലാ നഴ്സുമാർക്കും ഇതുപോലെ കണ്ടുമുട്ടുന്ന ഓരോരുത്തരോടും, ഓരോ രോഗികളോടും
അപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങളോടും ചുറ്റുള്ളവരോടൊക്കെ കരുണ കൊടുക്കാനായിട്ട്, കരുണ കാണിക്കാനായിട്ട്, കർത്താവ് പറഞ്ഞതുപോലെ എൻ്റെ പിതാവ് കരുണയുള്ളവനായി നിങ്ങളും കരുണയുള്ളവരായിരിക്കും, അതുപോലെ കരുണ കൊടുക്കാനായിട്ട് നമുക്കും സാധിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടി നമുക്ക് ആ പാട്ട് 2 ലൈൻ പാടണം. അതെ, നമ്മുടെ സ്വർഗീയ ശില്പിയെ നമുക്ക് പാടി നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ ദൈവകരുണയുടെ തിരുനാളിൻ്റെ എപ്പിസോഡ് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഓക്കെ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. ആമേൻ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായർ ദേവകരുണയുടെ ഞായറാഴ്ചയായി പ്രഖ്യാപിച്ച വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു: ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് ഏറ്റുപറയുന്ന ഏതൊരു വ്യക്തിക്കും തൻ്റെ ഭയത്തിൻ്റെയും ഉത്കണ്ഠകളുടെയും നടുവിൽ ഈശോയുടെ കരുതൽ അനുഭവിക്കാനായി സാധിക്കും. ഇന്ന് ഈ നേഴ്സുമാരിലൂടെ നാം കേട്ടതുപോലെ അനേകരിലേക്ക് നാം അനുഭവിച്ചറിയുന്ന ദൈവകരുണയെ പകർന്നു കൊടുക്കുവാനും അങ്ങനെ ഈശോയുടെ സാക്ഷികളായി മാറുവാനും നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.